അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NTSB അഥവാ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അവരും ഒരു സംഘത്തെ ഇന്ത്യയുടെ ഈ അന്വേഷണത്തിലേക്ക് സഹകരിക്കുന്നതിനായി അയക്കും എന്നറിയിച്ചിട്ടുണ്ട്. AIB നടത്തുന്ന അന്വേഷണത്തിന് ആ അന്വേഷണത്തിൽ പങ്കാളികളാകുന്നതിനായി ഈ US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിൻ്റെ ഒരു വിദഗ്ധ സംഘം കൂടി, പ്രത്യേകിച്ചും സാങ്കേതിക വിദഗ്ധന്മാരടങ്ങുന്ന ഒരു സംഘം കൂടി ചേരും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള എല്ലാ മേഖലകളിലും വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു സംഘമായിരിക്കും അന്വേഷണം എത്തുക. മാത്രമല്ല ഇത്തരത്തിൽ വിവിധ തലങ്ങളിലായിട്ടുള്ള ഒരു അന്വേഷണം കൂടി നടക്കും. എന്തായാലും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സും ഈ അന്വേഷണത്തിൽ പങ്കാളികളായിരുന്നു. NSG നടത്തിയ പരിശോധനയിലാണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. ഇനി ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡാറ്റ, എയ്ക്കാർ ഡാറ്റ എന്ന് പറയും, എയർക്രാഫ്റ്റിൻ്റെ അതുവരെയുള്ള എല്ലാ റെക്കോർഡിങ്ങുകളും, അതിൻ്റെ ഓരോ ചലനവും, ഓരോ സെക്കൻഡിലെയും ഓരോ ചലനവും റെക്കോർഡ് ചെയ്യപ്പെടുന്ന സംവിധാനമാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഒരു റിയൽ ടൈം വിൻഡോ പോലെ ഈ ബ്ലാക്ക് ബോക്സ് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സിൽ നിന്ന് ഏക്കർ ഡാറ്റ എടുക്കാനുള്ള ഒരു സാങ്കേതികമായ സമയതടസ്സമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഡാറ്റ ലഭിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരം ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ് വിമാനത്തിന് സംഭവിച്ചത് എന്നതിൽ കൃത്യമായ ഒരു വിവരം ലഭിക്കും. ആ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് റെക്കോർഡറും ഡീകോഡ് ചെയ്യേണ്ടതുണ്ട്. കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് റെക്കോർഡറും അതുപോലെ ഫ്ലൈറ്റിൻ്റെ ഡാറ്റ, ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ, ഇവ മൂന്നും ഡീകോഡ് ചെയ്യുകയും ഇവ മൂന്നും താരതമ്യം ചെയ്ത് പരിശോധിക്കുകയും ചെയ്യുന്നത് വരെ നമുക്ക് ഔദ്യോഗികമായി മറ്റൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും 4 കാരണങ്ങളാണ്, അല്ലെങ്കിൽ 4 സാധ്യതകളാണ് ഈ വിമാനം തകർന്നതിന് കാരണമായി ഇപ്പോൾ വിദഗ്ധ സംഘം, വ്യോമയാന വിദഗ്ധർ അടക്കമുള്ള സംഘം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ആ 4 കാരണങ്ങളിൽ ആദ്യത്തേത് എഞ്ചിന് വന്ന തകരാറും അതുപോലെ തന്നെ ഇന്ധനത്തിന് വന്ന, അല്ലെങ്കിൽ ഇന്ധനം പ്രവർത്തിക്കുന്നതിലുണ്ടായ എന്തെങ്കിലും കുറവോ ആയിരിക്കാം എന്നതാണ് ഒരു കാരണമായി പറയുന്നത്. എഞ്ചിൻ്റെയോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ പ്രൊപ്പല്ലൻ്റ് സിസ്റ്റത്തിൻ്റെയോ പരാജയം ഇതിനൊരു കാരണമായി, ഏറ്റവും വലിയ കാരണമായി കണക്കാക്കുന്നത്. കാരണം വിമാനം പറന്നുയരുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിൽ നിന്ന് ഈ ഫ്ലൈറ്റിൻ്റെ റൺവേയിലൂടെയുള്ള ചലനം ട്രാക്ക് ചെയ്തിരുന്നു. ആ ട്രാക്കിംഗ് ഡാറ്റ കാണിക്കുന്നത് റൺവേയിലൂടെ വിമാനം പോകുമ്പോൾ തന്നെ സാങ്കേതികമായൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഒരു മെക്കാനിക്കൽ തകരാർ, അല്ലെങ്കിൽ ഇന്ധനം ജ്വലിക്കുന്നതിലുണ്ടായ പ്രശ്നം, ഇന്ധനം വേണ്ട രീതിയിൽ ജ്വലിക്കാതിരുന്നതിൻ്റെ പ്രശ്നമൊക്കെ ഇത്തരത്തിൽ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ ഇടയാക്കിയിരിക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം ഈ വിമാനം പറന്നു പൊങ്ങിയ ഉടനെ തന്നെ പൈലറ്റ് അടിയന്തര സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അയച്ചു എന്നാണ് നമുക്ക് ഇന്നലെ ലഭിച്ച വിവരം. അതനുസരിച്ച് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് നടത്തുമ്പോൾ തന്നെ വിമാനത്തിന് പ്രശ്നമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് വിമാനത്തിൽ പക്ഷി ഇടിച്ചതാണ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപമാണ് തോൾ ലേക്ക് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ആ പക്ഷി സങ്കേതത്തിനടുത്ത് തന്നെ ഇത്തരത്തിൽ നിരവധി തവണ വിമാനങ്ങളിലും പ്രൈവറ്റ് ജെറ്റുകളിലും പക്ഷി ഇടിച്ച സംഭവങ്ങൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ മറ്റ് വിമാനത്താവളങ്ങളെക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ ഫ്യൂസലേജ്, അല്ലെങ്കിൽ ഇന്ധന ടാങ്കിലോ ഫ്യൂസലേജിലോ വിമാനത്തിൻ്റെ ചിറകുകളിലോ പക്ഷി ഇടിച്ചത് ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമാക്കിയിരിക്കാമെന്ന് വ്യോമയാന വിദഗ്ധർ പറയുന്നു. അതുപോലെ തന്നെ അഹമ്മദാബാദിലേക്ക് സ്ഥിരമായി വിമാനങ്ങൾ പറത്തിയിരുന്ന മുൻ പൈലറ്റുമാരും ഈ ഒരു സാധ്യതയാണ് പിന്താങ്ങുന്നത്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള തകരാർ എന്നതാണ്. ഒരു ടേക്ക് ഓഫ് സമയത്ത് ഹൈഡ്രോളിക്സ് കൺട്രോളുകൾ, അതായത് ലാൻഡിംഗ് ഗിയർ വിമാനത്തിനുള്ളിലേക്ക് മടങ്ങി, വിമാനത്തിൻ്റെ ചക്രങ്ങൾ വിമാനത്തിനുള്ളിലേക്ക് മടങ്ങുന്നതടക്കമുള്ള ഹൈഡ്രോളിക് ഗിയറുകളിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഇലക്ട്രോണിക് ഫ്ലൈറ്റ് കൺട്രോൾസ്, കോക്പിറ്റിൽ അടക്കമുള്ള ഇലക്ട്രോണിക് ഫ്ലൈറ്റ് കൺട്രോൾസ് കൃത്യമായി പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ടാകാം. ഈ 2 പ്രശ്നങ്ങൾക്കും ഒരു സാധ്യത പ്രവചിക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ സാധ്യത എന്ന് പറയുന്നത് മാനുഷികമായ പിഴവാണ്. അതായത് പൈലറ്റുമാർക്ക് വന്ന എന്തെങ്കിലും പിഴവ് സിസ്റ്റത്തിലെ കോൺഫിഗറേഷൻ, അതായത് കോക്പിറ്റിലെ സിസ്റ്റം കൃത്യമായി കോൺഫിഗർ ചെയ്യുന്നതിലും എയർ നാവിഗേഷൻ കൃത്യമായി നടത്തുന്നതിലും വന്ന ഏതെങ്കിലും ഒരു പിഴവ് മൂലമായിരിക്കാം ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നായിരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും സാധ്യത കുറവ് ഈ മാനുഷിക പിശകിനാണ് എന്നുള്ളതാണ്. കാരണം ഈ
ക്യാപ്റ്റന്മാരായിട്ടുള്ള 2 പേരും കോ പൈലറ്റുമാരായിട്ടുള്ള 2 പേരും വലിയ രീതിയിൽ പറക്കൽ പരിശീലനവും പറക്കൽ പരിചയവുമുള്ള ആളുകളാണ്. ഏതാണ്ട് 8200 മണിക്കൂർ വിമാനത്തിൽ പറക്കൽ പൂർത്തിയാക്കിയ ആളാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള സുമിത്. അതുപോലെ തന്നെ 15000 മണിക്കൂർ ആകെ അദ്ദേഹം പല വിമാനങ്ങളും പറത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫീസറായിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്ലൈവ് ഇത്തരത്തിൽ 1100 മീറ്റർ പറക്കൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനുഷികമായിട്ടുള്ള ഒരു പിഴവ് വരാനുള്ള സാധ്യത കുറവാണ്. ഏറ്റവും കൂടുതൽ സാധ്യത പറയുന്നത് ഒരു എഞ്ചിന് വന്ന ഒരു തകരാറ് തന്നെയാണ്. എഞ്ചിൻ തകരാറോ അല്ലെങ്കിൽ പക്ഷി ഇടിച്ചതോ തന്നെയാണ് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പ്രശ്നമായി കണക്കാക്കുന്നത്. എന്തായാലും നിലവിൽ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ബ്ലാക്ക് ബോക്സിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന ഡാറ്റ അതനുസരിച്ച് മാത്രമായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വിവരം ലഭിക്കുക. ഇനി അറിയാനുള്ളത് ബാക്കിയുള്ള ആളുകളുടെ കൂടി DNA പരിശോധന പൂർത്തിയാക്കുകയും മൃതദേഹങ്ങൾ വിട്ടു നൽകി സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും നടക്കുക എന്നുള്ളതുമാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് എന്ത് രീതിയിലുള്ള ഒരു നടപടിയാണ് ഇനി ഈ ദുരന്തത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്, ബോയിങ് വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ബോയിങ് കമ്പനിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇതേ വിമാനത്തിന് 6 മാസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നം നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ബോയിങ് വിമാനത്തിനെതിരെ അല്ലെങ്കിൽ ബോയിങ് കമ്പനിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കും. ബോയിങ് വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നഷ്ടപരിഹാര തുക ആവശ്യപ്പെടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നത് അറിയേണ്ടതുണ്ട്. നിലവിൽ ടാറ്റ കമ്പനി 1 കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് അടക്കം ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള നഷ്ടപരിഹാര തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ കൂടിയാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. വൃന്ദ. ശരി, അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നു. നിലവിൽ പ്രദേശവാസികളുടെ അടക്കം 265 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 290 പേർ മരിച്ചതായി അനൗദ്യോഗിക സ്ഥിരീകരണവുമുണ്ട്. മരിച്ചവരിൽ പ്രദേശവാസികളും ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും അടക്കം ഉൾപ്പെടും. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെയാണ് പുറത്തു വരുന്നത്. വിമാനാപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഔപചാരിക അന്വേഷണം ആരംഭിച്ചതായും സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദുരന്തവുമായി നടക്കുന്നത്. ദുരന്ത സ്ഥലത്ത് നിന്നുള്ള മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പം തന്നെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 8 മണിയോടുകൂടി തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും എന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതുല്യ രാമചന്ദ്രൻ.